ഹക്കീമിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ട് കുഞ്ഞു കോ ആക്ടേഴ്സ് ഉണ്ട്, നക്ഷത്ര, ഐറ. എന്നോട് ഈ സിനിമയിലെ ഏറ്റവും നല്ല പെർഫോമൻസസ് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് പാർവതിയുടെയോ എന്റെയോ ഹക്കീമിന്റെയോ ഒന്നുമല്ല. ഇവർ രണ്ടുപേരുടെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പെർഫോമൻസസ്. ഇത് വെറുതെ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കുട്ടികളല്ലേ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് കരുതിയല്ല ഞാൻ പറയുന്നത്. കാരണം ഇവർ രണ്ടുപേരും ചെയ്ത കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് പോയിന്റ്സ് ഷോൾഡർ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. അത് ജെനുവൻലി ആസ് ആക്ടേഴ്സ് അവർ ചെയ്തത് ഇൻ ഓ ഓഫ് ദം. രണ്ടുപേരും വളർന്ന് വലിയ ആക്ടേഴ്സ് ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐല്ലെങ്കിൽ ഐ ബി ഡിസപ്പോയിന്റഡ് ബിക്കോസ് യു ആർ സോ ടാലന്റഡ്. ലാസ്റ്റ് ബട്ട് ഓഫ് കോഴ്സ് നോട്ട് ദ ലീസ്റ്റ്, മൈ പാർട്ട്ണർ. എൻ്റെ നിങ്ങൾ പിന്നെ വിളിക്കാതിരിക്കരുത്. ഇത് ഐറ, ഇത് നക്ഷത്ര. രണ്ടിന് നല്ല കുറുമ്പുണ്ടെങ്കിലും നല്ല കിടിലൻ ആക്ടേഴ്സ് ആണ്. സോ പറഞ്ഞു വന്നത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈ പാർട്ട്നേഴ്സ്, മൈ ഫ്രണ്ട്സ്. ഇറ്റ്സ് സ്ട്രേഞ്ച്, കാരണം മുകേഷ് സാറിന്റെയും സാരഥിയുടെയും പേരുകൾ പറയുമ്പോൾ ഐ എം ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് എ പാർട്ട്ണർ കമ്പനി, E4 എക്സ്പെരിമെന്റ്സ്. ഞാൻ മൂന്നാമതൊരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവര് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ആൾക്കാരാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഐ ആം കംപ്ലീറ്റ്ലി ലോസ്റ്റ് ട്രാക്ക് ദാറ്റ് ഓക്കെ വി ആർ ടു ഡിഫറെന്റ് കമ്പനീസ് അസോസിയേറ്റിംഗ് എന്നുള്ളത്. ഇത് ഞങ്ങൾ ചെയ്ത മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമയാണ്. They are the absolute best partners I could have asked for. ഞാനൊരു കഥ ഇഷ്ടപ്പെട്ടിട്ട് മുകേഷ് സാറിനെ വിളിച്ചാൽ the first thing he says is, "Sir, you like it, we are doing it" എന്നുള്ളതാണ്. അത് പറച്ചില് മാത്രമല്ല, ട്രൂ ബ്ലൂ ഫിലിം ലവേഴ്സ് ആണ് ഈ പ്രൊഡ്യൂസേഴ്സ്. കാരണം ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് അത് മനസ്സിലാക്കി അതിനെന്ത് വേണോ ആ പൈസ ചെലവാക്കി അത് ആ സ്കെയിലിൽ ആ സിനിമ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഡ്രീം